ന്യൂസ് 16 കേരള. വടക്കൻ ഗസയിലേക്ക് മടങ്ങുന്നവർക്ക് നേരെ ഇസ്രായേൽ ക്രൂരത, 5 മരണം. ഭക്ഷണവും മരുന്നും മുടക്കുകയും കെട്ടിടങ്ങളേറെയും ചാരമാക്കുകയും ചെയ്തിട്ടും വടക്കൻ ഗസയിലേക്ക് തിരിച്ചുപോക്ക് തകൃതിയാക്കി ഫലസ്തീനികൾ. ആയിരക്കണക്കിന് പേരാണ് കൂട്ടമായി മടങ്ങുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയ ദിനത്തിൽ മടങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. വടക്കൻ ഗസയിൽ ഫലസ്തീനികൾക്ക് താമസം അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ നിലപാട്. അത് നടപ്പാക്കാൻ ഇവിടേക്കുള്ള ഭക്ഷണം പോലും സൈന്യം കടത്തിവിടുന്നില്ല. ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ കൊടുംപട്ടിയിലേക്ക് തള്ളിവിടുന്ന ക്രൂരതയ്ക്കെതിരെ ലോകം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്നാൽ ഇസ്രായേൽ അന്നം മുടക്കിയാലും വടക്കൻ ഗസയിലെ തങ്ങളുടെ താമസ കേന്ദ്രങ്ങൾ വിട്ടു നൽകാൻ ഒരുക്കമല്ലെന്നാണ് ഫലസ്തീനികളുടെ നിലപാട്. ഞായറാഴ്ച ആയിരങ്ങൾ കൂട്ടമായി മടങ്ങിയെങ്കിലും പിന്തിരിപ്പിക്കാൻ ഇസ്രായേൽ നടത്തിയ വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഗസയിൽ കരയാക്രമണം ആദ്യമായി തുടങ്ങിയത് വടക്കൻ ഗസയിലാണ്. ഇവിടെയുള്ള ലക്ഷ്യങ്ങളെ ആട്ടിപ്പായിപ്പിച്ചായിരുന്നു ആക്രമണം. ഉടൻ ലക്ഷ്യം നേടുമെന്ന് പ്രഖ്യാപിച്ച് നടത്തിയ ആക്രമണം പക്ഷേ മേഖലയിലെ കെട്ടിടങ്ങളേറെയും തകർത്തതിൽ വിജയിച്ചതൊഴിച്ചാൽ ഇപ്പോഴും ഹമാസ് ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. ഇതിനിടെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ ലക്ഷ്യങ്ങൾ തിരിച്ചെത്തി. ഇതിനെ തുടർച്ചയാണ് വീണ്ടും മടക്കം. വടക്കൻ ഗസയിലേക്ക് മടക്കം അനുവദിക്കാത്ത വെടിനിർത്തൽ ചർച്ചയ്ക്കില്ലെന്ന് ഹമാസ് നിലപാട്. എന്നാൽ ആളൊഴിഞ്ഞ പ്രദേശമായി നിലനിർത്തണമെന്നാണ് ഇസ്രായേലും ശാഠിക്കുന്നു. ഇത് അംഗീകരിക്കാനാകില്ലെന്ന് തീരുമാനിച്ചാണ് പുതിയ തിരിച്ചുവരവ്. ആളുകളേറെയും കാൽനടയാണ് കിലോമീറ്ററുകൾ നീണ്ട യാത്ര നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തീരദേശ റോഡ് വഴി കാറുകൾ, ട്രക്കുകൾ എന്നിവയിലും മറ്റും പോകുന്നവരുണ്ട്. അതേസമയം തെക്കൻ ഗസയും വടക്കിനെയും രണ്ടായി പകുത്ത് ഇസ്രായേൽ തീർത്ത സൈനിക ചെക്ക് പോസ്റ്റ് കടക്കാനാവാതെ പലരും കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവിടെ നടത്തിയ വെടിവെപ്പിലാണ് നിരവധി പേർ മരിച്ചത്. 5 മരണം സ്ഥിരീകരിച്ചതായി 23 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. വടക്കൻ ഗസയിലേക്ക് മടങ്ങാൻ ഇനിയും അനുവദിക്കില്ലെന്ന ഉത്തരവും ഇസ്രായേൽ സൈന്യം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ 7 ലക്ഷത്തോളം ഫലസ്തീനികളാണ് വടക്കൻ ഗസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് മറ്റിടങ്ങളിൽ കഴിയുന്നത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.